ഭഗവാന്റെ ഓരോ അംഗത്തിൽ നിന്നും പ്രപഞ്ചശക്തികൾ ഉണരുന്ന ആ മഹാപ്രവാഹം തുടരുകയാണ്. 56-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് സസ്യലതാദികളും മറ്റും എങ്ങനെ ആവിർഭവിച്ചു എന്ന് സൂതൻ വിവരിക്കുന്നു. 56-ാം ശ്ലോകം സസ്യങ്ങളുടെയും മറ്റും ഉദ്ഭവം. ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്നും വിയർപ്പിൽ നിന്നുമുണ്ടായ സൃഷ്ടികളെക്കുറിച്ചാണ് ഈ ശ്ലോകം. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ലോമഭ്യശ്ച സമുദ്ഭൂതാഃ സർവൗഷധ്യോ മുനേ തഥാ സ്വേദാച്ഛാഭഃ സമുദ്ഭൂതാഃ സർവജീവനകാരികാഃ. പദാനുപദ അർത്ഥം: ലോമഭ്യഃ രോമകൂപങ്ങളിൽ, രോമങ്ങളിൽ നിന്ന്, സമുദ്ഭൂതാഃ ഉദ്ഭവിച്ചു, സർവൗഷധ്യഃ സകല ഔഷധ സസ്യങ്ങളും ചെടികളും വൃക്ഷങ്ങളും, മുനേ ഹേ മുനേ, തഥാ അപ്രകാരം തന്നെ, സ്വേദാത് വിയർപ്പിൽ നിന്ന്, ആപഹ ജലം പുണ്യതീർത്ഥങ്ങൾ, സർവജീവനകാരികാഃ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് കാരണമായ. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഹേ മുനേ, ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്ന് സകല ഔഷധ സസ്യങ്ങളും ആവിർഭവിച്ചു. അവിടുത്തെ വിയർപ്പിൽ നിന്ന് സകല ജീവജാലങ്ങൾക്കും ജീവനാധാരമായ ജലവും ഉദ്ഭവിച്ചു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം പ്രകൃതിയും ഭഗവാനും തമ്മിലുള്ള ജൈവപരമായ ബന്ധം വെളിപ്പെടുത്തുന്നു. ഔഷധങ്ങളും രോമങ്ങളും. ഭൂമിയിലെ പുല്ലും ചെടികളും വൃക്ഷങ്ങളും വിശ്വപുരുഷന്റെ രോമങ്ങളായിട്ടാണ് പുരാണം കണക്കാക്കുന്നത്. ഔഷധ സസ്യങ്ങൾ രോഗശമനം നൽകുന്നതുപോലെ ഭഗവാന്റെ സ്പർശം ഭക്തർക്ക് ശാന്തി നൽകുന്നു. ജലം, ലൈഫ് ഗിവിംഗ് വാട്ടർ. ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ജലമാണ് ഈ പ്രപഞ്ചത്തിലെ ജലരാശി മുഴുവൻ. നാര, ജലം, അയനമായി ഇരിപ്പിടമായി ഉള്ളവനായതുകൊണ്ടാണല്ലോ ഭഗവാനെ നാരായണൻ എന്ന് വിളിക്കുന്നത്. ജീവന്റെ ആധാരമായ ജലം ഭഗവത് ചൈതന്യമാണ്. പാരിസ്ഥിതിക പാഠം. നമ്മുടെ ചുറ്റുമുള്ള ഓരോ ചെടിയും നാം കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളവും ഈശ്വരന്റെ ശരീരത്തിൽ നിന്ന് വന്നതാണെന്ന ബോധം പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള വലിയൊരു പ്രേരണയാണ്. ഗുരുനാഥന്റെ ഉപദേശം: വത്സ, ഒരു ചെടിയെ നശിപ്പിക്കുമ്പോഴോ ജലം മലിനമാക്കുമ്പോഴോ നീ ഭഗവാന്റെ ശരീരത്തെയാണ് മുറിപ്പെടുത്തുന്നത് എന്ന് ഓർക്കുക. സസ്യങ്ങളെയും ജലത്തെയും ആദരിക്കുന്നത് ഭഗവാനെ പൂജിക്കുന്നതിന് തുല്യമാണ്. നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഔഷധം പോലെയായിരിക്കട്ടെ. സൃഷ്ടിയുടെ വിശേഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇനി 57-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഏതൊക്കെ ശക്തികൾ പ്രകടമായി എന്ന് നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണന്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.